ഒരു കമ്മിറ്റി എന്ന് പറയുന്നത് അവർ അവിടുത്തെ കമ്മിറ്റിന്റെ മുൻതൂക്കല്ലേ നോക്കുള്ളൂ, അവിടുത്തെ ഭൂരിപക്ഷം നോക്കുള്ളൂ. അതിപ്പോൾ 2 ഉസ്താദിനെ ഒഴിവാക്കണം എന്നുള്ള അഭിപ്രായം വരുമ്പോൾ അവർ ഒഴിവാക്കുക തന്നെ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം, ഇയാള് MSR ഉണ്ടാക്കിയത് പിന്നെ മുട്ടത്തൊടി ഒന്നും മറ്റൊന്നുമല്ല, അത് പഠിപ്പിലെ കമ്മിറ്റി ഒപ്പിട്ട് കൊടുത്തിട്ട് തന്നെയാണ്. അടുത്ത SKSFന്റെ ആൾക്കാരായിരിക്കും അന്വേഷിക്കാണ്ട് കൊടുത്തത്. പിന്നെ റൈജിൽ പെട്ടി SKSFന്റെ പ്രവർത്തകരെന്നൊക്കെയാണ് ഇയാൾ. അല്ല, ഏത് സംഘടനയായാലും ഇപ്പോൾ ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ APEK വിഭാഗം എന്നുള്ളൊരു വേർതിരിവില്ലാണ്ട് പ്രസംഗവേദികളിലും പള്ളികളിലും ഞാൻ എല്ലാ പ്രഭാഷണത്തിനും മഹല്ലടിസ്ഥാനത്തിലും മറ്റും കാസർഗോഡ് പോയതാ. ഒരിക്കൽ ഞാൻ സൈദിയെ പഠിക്കുന്ന കാലത്ത് ഞാൻ പ്രഭാഷണത്തിൽ തിളങ്ങി വരുമ്പോൾ കമ്പാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഒരു ടീം വന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദിന് SKSFന്റെ വേദി പ്രസംഗിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. ഞാൻ വഴലു പറയും, വേറൊന്നും SKSF ഒന്നും ഞാൻ പറയില്ല, ഞാൻ വഴലു പറയും എന്ന് പറഞ്ഞിട്ട് അവരെന്നെ ക്ഷണിച്ച സമയത്ത് ഞാനവിടെ പോയപ്പോൾ പിന്നെ ഒരു ബാനർ അവർ SK ലേബിൾ വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഒരു മുടക്കില്ല, പക്ഷെ ഈ ബാനർ നിങ്ങൾ വെക്കരുത്, ഞാനത് ഡിമാൻഡ് പറഞ്ഞിട്ടല്ലേ വന്നത്, ഞാൻ വഴലോ പറയാം എന്ന് പറഞ്ഞ് വഴലൊക്കെ കഴിഞ്ഞ് ഞാൻ പോന്ന്. ഞാൻ പിന്നെ ബാനർ കഴിപ്പിച്ച് പ്രസംഗിച്ച് എല്ലാം കഴിഞ്ഞ് പോകുന്നതിൻ്റെ ദിവസം ആ മഹലിലെ ഒന്നായിട്ട് എൻ്റെ അടുത്ത് വന്ന്, അതിൻ്റെ ആ സമീപനം ഉണ്ടല്ലോ, ഞങ്ങളെ നാട്ടിലൊരു സുൽഹിൻ്റെ മാർഗ്ഗമായി അത്. ഞങ്ങളിപ്പോൾ വളരെ ഐക്യത്തോടെയാണ്, ഗ്രൂപ്പ് പ്രശ്നം എന്നുള്ള ഇനി ഞങ്ങൾ അങ്ങോട്ട് കിടക്കില്ല.